കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, ഏട്ടനോട് കുറച്ച് സംസാരിക്കണം. താൻ പറഞ്ഞോളൂ. അതിനെന്തിനാ ഈ മുഖവരയൊക്കെ? ഏട്ടൻ എന്താ അന്നേരം അത്ര ദേഷ്യപ്പെട്ടത്? ദേഷ്യോ? അത് രാവിലെ കാർത്തികയുടെ അച്ഛനോടും അമ്മയോടും എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. പാവം, അവരൊരുപാട് വിഷമിച്ചാ പോയത്. കാർത്തികയ്ക്കും ഒരുപാട് വിഷമമായി. അപ്പൊ തനിക്കോ? തനിക്ക് വിഷമായില്ലേ? ഞാൻ വിഷമിക്കുന്നതിൽ കാര്യമില്ല. അവര് വിഷമിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ? തനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? അത് പിന്നെ താൻ എന്റെ ഭാര്യയാണ്. താൻ വിഷമിക്കുകയാണെങ്കിൽ എനിക്കും അത് വിഷമാണ്. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെന്നെ പറയുന്ന പോലെ. തനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും തന്നെ എന്തും പറയാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഞാൻ നല്ല മറുപടിയാണ് കൊടുത്തത്. തന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. പക്ഷേ ഇതൊരു ചെറിയ പ്രശ്നമായിരുന്നില്ലേ? ഇതാണ് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത്. മുളയിലെ ഇത് നുള്ളിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ വലിയ പ്രശ്നമാവും. എന്തായാലും ശരീരത്തിലുണ്ടായ മുറിവ് ചെറുതാണോ വലുതാണോ എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടായ മുറിവിനെ ഒരിക്കലും അളക്കാൻ പറ്റില്ല. തൻ്റെ ശരീരത്തിനായാലും മനസ്സിനായാലും ഒരു മുറിവും സംഭവിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാര്യയായ നീ ഇന്നും ഹാപ്പിയായിട്ട് ജീവിക്കണം. ഞാൻ എന്നും കൂടെ ഉണ്ടാവുന്ന വിശ്വാസം തനിക്കുണ്ടാവണം. താൻ എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് താനും മറ്റുള്ളവർ മനസ്സിലാക്കണം. അമ്മ ഏട്ടനെ തെറ്റായി വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്റെ ഒരു പേടി. എൻ്റെ അമ്മയ്ക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാം. ഞാൻ പറ്റാവുന്നിടത്തോളം മിണ്ടാതിരിക്കാറാണ് പതിവ്. എന്നാൽ സംസാരിക്കേണ്ടടുത്ത് എന്ത് പറയണമെന്നോ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അമ്മയോർത്ത് താൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്കെന്നെ നന്നായി അറിയാം. അത് പിന്നെ താനൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മൗനമായിരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നത് എന്തുമാത്രം തെറ്റാണോ അതുപോലെ തന്നെ സംസാരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കണം. പേടിക്കുന്നതും വിഷമിക്കുന്നതും ഒന്നിനും നല്ലതല്ല. ഇനി മുതൽ സന്തോഷം കൊണ്ട് ഈ കണ്ണ് നിറയുന്നതല്ലാതെ വേദനിച്ച് കരയരുത്. എപ്പോഴെങ്കിലും തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമെന്നുണ്ടെങ്കിൽ അത് വരുന്നതിന് മുമ്പ് എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഞാനുള്ളപ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരരുത്. വരാനും സമ്മതിക്കില്ല. എന്ത് നല്ല മനുഷ്യനായേട്ടൻ.
ഇത്രയും വലിയൊരു ധൈര്യശാലി അടുത്തുള്ളപ്പോ ചുമ്മാ വിഷമിക്കുവാണോ വസു? എന്താ വസു നീ ഇങ്ങനെ? ഏയ് ഹണി, എന്റെ ചക്കരയല്ലേ? ഏയ് ഹണി. ഹണി അല്ല, പോയിസൺ. അല്ല മോളെ, നീ എന്റെ ഹെവനാ, മൈ സ്വീറ്റ് വൈഫ്. നിനക്ക് ബെഡ്റൂമിൽ മാത്രമേ വൈഫുള്ളോ? ഹാളിലില്ലേ? കിച്ചണിലില്ലേ? ഡൈനിങ് ടേബിളിലും ഇല്ലേ? എന്താ മോളെ ഇങ്ങനെ? നീ എല്ലായിടത്തും എന്റെ ഭാര്യ തന്നെയാ. നിനക്ക് വേണ്ടി ഞാൻ എന്താ വാങ്ങിയെന്നറിയോ? എന്താ വാങ്ങിയേ? ഡയമണ്ട്സ് ആണോ? ജുവല്ലറി ആണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നാടി മുത്തേ, അത് വിലപിടിപ്പുള്ള ഒന്ന്. നിനക്ക് എന്ത് പറ്റി കാർത്തിക? എന്താന്ന് നിനക്ക് അറിയില്ലേ? അറിയത്തോണ്ടല്ലേ ഈ ചോദിക്കുന്നേ? നിനക്ക് മഹാനടനുള്ള അവാർഡ് കിട്ടേണ്ടതാ. നിന്റെ പാരന്റ്സിനെ വഴക്ക് പറഞ്ഞതിനും എന്റെ ഏട്ടൻ സോറി പറഞ്ഞല്ലോടി. പിന്നെ ഞാനും നിന്നോട് സോറി പറഞ്ഞു. അവിടെ വെച്ച് പറയാതെ ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? എന്റെ ഏട്ടൻ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ സോറി പറഞ്ഞേ? ഹേർട്ട് ചെയ്തിട്ട് പിന്നീട് സോറി പറഞ്ഞാൽ ശരിയാവൂ? ഇപ്പൊ എന്താ വേണ്ടേ? നീ എന്നോട് വഴക്കുണ്ടാക്കാനുള്ള ഭാവമാണോ? വഴക്കുണ്ടാക്കിയത് നിങ്ങളാ, ഞാനല്ല. ദേ നോക്ക്, ഞങ്ങൾ ആണുങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാ. നീ അത് നരകം ആക്കല്ലേ പോന്നെ. അതെ, നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് നിങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും. ഞങ്ങളുടെ മനസ്സ് കാണണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയാ മതിയല്ലോ. നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം ബെഡ്റൂമിൽ വെച്ച് തീർക്കണം കാർത്തിക. പ്രശ്നം പുറത്തല്ല, എല്ലാ പ്രശ്നവും എനിക്കാ. പിന്നെ മനസ്സമാധാനം എങ്ങനെയാ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഒരു ഫാഷൻ ഡിസൈനർ ആവണം. നമുക്കിത് ആലോചിക്കുന്ന പറഞ്ഞല്ലേ? എത്ര നാള് വേണ്ടിവരും? എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ കാർത്തിക? അത് തന്നെ, ആ സമയം എപ്പോഴാ വരാൻ പോകുന്നേ? നീ ഇപ്പൊ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? എന്തിനാ അഖിൽ എന്നെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്നേ? ഇങ്ങനെ ഡിസ്കറേജ് ചെയ്താ ഒരു കർണം മല്ലേശ്വരി, ഒരു കോനേരു ഹംപി, ഒരു സാനിയ മിർസ, ഒരു മിഥാലി രാജ്, ഒരു PV സിന്ധു ഇവരൊക്കെ ഉണ്ടാവോ? ഇവരൊക്കെ രാജ്യത്തിന് പേരുണ്ടാക്കി കൊടുത്തതാടി. ഈ പറയുന്ന ഞാനും അങ്ങനെ ഒരു പേര് സമ്പാദിച്ചു കൊടുക്കും. എന്നെ കണ്ടിട്ട് ഈ നാട് തന്നെ അഭിമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഞാൻ ആരാണെന്നുള്ളത് ഈ ലോകം അതിശയത്തോടെ നോക്കി നിൽക്കും. ആരെ, നിന്നെയോ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അഖിൽ. എന്റെ പവർ എന്താണെന്ന് നിനക്കിനി മനസ്സിലായിട്ടില്ല. ഫാഷൻ ഡിസൈനറായിട്ടും എങ്ങനെയാണ് രാജ്യത്തിന് പേരുണ്ടാക്കി കൊടുക്കുന്നേ? ഫസ്റ്റ് മോളിവുഡിലേക്ക് പോവും. അവിടെ ഹീറോ ഹീറോയിൻസിനും എല്ലാവർക്കും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യും. ശേഷം ബോളിവുഡിലേക്ക് പോവും. അത് കഴിഞ്ഞ് ഹോളിവുഡിലേക്ക് പോകും. തിരിച്ചു വരുമോ അതോ അവിടെ തന്നെ സെറ്റിൽ ആവോ നീ? എന്നെ കാണുമ്പോ നിനക്ക് വെറും പുച്ഛമാണല്ലേ? നീ എന്നെ കളിയാക്കുകയല്ലേ? ഇല്ല കാർത്തിക, ഞാൻ വെറുതെ പറഞ്ഞതാ. അറിയാം, എന്നെ അടുക്കളയിൽ ഒതുക്കി നിർത്താനുള്ള പ്ലാൻ അല്ലേ നീ ചെയ്യുന്നത്? വേണ്ട. വേണ്ട മോളെ, നിനക്ക് ശീലമില്ലാത്തൊന്നും ചെയ്യണ്ട. നിനക്ക് താഴെ കിടന്ന് ഉറക്കം വരില്ല, പറ്റൂ നിനക്ക്? ഞാൻ താഴെ കിടക്കാൻ പോകുന്നെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? നിലത്ത് നീ കിടന്നാ മതി. ഞാനോ?
എന്നെ നീ ഒരു ഫാഷൻ ഡിസൈനർ ആക്കിയതിനു ശേഷം ബെഡിൽ കിടക്കാം. അതുവരെ നീ നിലത്ത് തന്നെ കിടക്കും. നീ എങ്ങാനും മുകളിലേക്ക് വന്നാ ഞാൻ വീട്ടിലേക്ക് പോവും. താഴെ പോയി കിടക്ക്. എന്താ ഇങ്ങനെ പതിവില്ലാതെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലല്ലോ? പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞേ? ഒന്നുമില്ല ഉണ്ണി. എല്ലാ ദിവസവും അച്ഛൻ ഹാഫ് ആൻ അവർ യോഗ ചെയ്യുന്നതാണല്ലോ. ഇന്നെന്തോ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തു പറ്റി? സം ഡിസ്റ്റർബൻസ്. സോറി അച്ഛാ, ഞാൻ കാരണം അച്ഛന് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയോ? ഏയ് നോ നോ നോ. സർവമാനന്ദമേ
പെട്ടെന്ന് വന്നത്? ആ ഒന്നുമില്ല. എന്താ മുഖം വല്ലാതിരിക്കുന്ന? കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഏട്ടൻ യോഗ ചെയ്തില്ലായിരുന്നോ? ഇല്ല. എന്നും ചെയ്യുന്നതല്ലേ? ഇന്നെന്തോ മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഉണ്ണി ഡിസ്റ്റർബ് ചെയ്തു ഏട്ടനെ. അവന് ഞാൻ ഒരെണ്ണം ഇപ്പൊ കൊടുക്കാം. വരെ വരെ അവന് കുസൃതി കൂടി വരിക. നിക്ക് ഉണ്ണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡിസ്റ്റർബ് ആയെന്ന് പറഞ്ഞതോ? എന്തോ ഡിസ്റ്റർബ് ആയി പോയി. എന്തു പറ്റി? ഒന്നുമില്ല. ലീവ് ഇറ്റ്. എന്താന്നൊന്ന് പറഞ്ഞൂടെ? എന്തൊക്കെയോ ആലോചനകൾ. എന്താലോചന ഏട്ടാ? ഇറ്റ്സ് ഓക്കെ. എന്താ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പോ എന്നോടൊന്നും പറയില്ല അല്ലേ? പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. എന്നാ പിന്നെ പറ. വിട്ടേക്ക്, ഞാൻ പറഞ്ഞില്ലേ. എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലേ? അത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. വലിയ കാര്യമാണെങ്കിലേ എന്നോട് പറയുള്ളോ? ചെറുതൊന്നും പറയില്ല എന്നോട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ലെന്ന് പറഞ്ഞല്ലോ. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രമേ പറയൂ. ഇമ്പോർട്ടന്റ് അല്ലാത്തത് പറയില്ലേ? അയ്യോ, എന്താ ഇങ്ങനെ? ഏട്ടനല്ലേ പറഞ്ഞത് എന്ത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യണമെന്ന്? അപ്പോ ഏട്ടനും എന്നോട് പറയേണ്ടതല്ലേ? എല്ലാം അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഏട്ടൻ ഡിസ്റ്റർബ് ആയതിന്റെ കാരണം പറയും. വിടാനല്ലേ പറഞ്ഞേ? ഏട്ടൻ പറയുന്ന വരെ ഞാൻ മിണ്ടാതെ നിൽക്കില്ല. അത് താനാണ് ഡിസ്റ്റർബ് ചെയ്ത്. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ മനസ്സിലാക്കിയത് ശരി. ഞാൻ എന്താ ചെയ്ത്? എനിക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാലും എങ്ങനെയാ മനസ്സിലായത്? ഇയാളുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? ഓഹോ, ഏട്ടൻ അത്രയ്ക്ക് ഡീപ്പായി എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ? സോറി. അപ്പോ അത്രയ്ക്ക് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്താലല്ലേ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. വേറൊരു തവണയും ഞാൻ ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്തത് പോട്ടെ, ഇനി ഒരിക്കലും ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ.